Socialists bitterly criticized fascism and fascist ideologies. The most prominent among them was Matteotti. Matteotti എന്ന് പറയപ്പെടുന്ന സോഷ്യലിസ്റ്റ് ഫാസിസ്റ്റുകളുടെ നയങ്ങളെ അപ്പാടെ ശക്തമായി എതിർത്തു. Mussolini adopted despotic measures in political and economic matters. രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ മുസോളിനി ശക്തമായ സ്വേച്ഛാധിപത്യ രീതിയാണ് അഡോപ്റ്റ് ചെയ്തത്. Violence and ferocity were the strategies of Mussolini. മുസോളിനി സ്വീകരിച്ച മാതൃകകൾ അല്ലെങ്കിൽ നടപടികൾ എന്തടിസ്ഥാനത്തുള്ളതായിരുന്നു? വയലൻസ് ആൻഡ് ഫെറോസിറ്റി, അക്രമവും അതോടൊപ്പം തന്നെ നിഷ്കരുണമായ നടപടികളും. അക്രമവും നീചമായ നടപടികളും അദ്ദേഹം എതിരാളികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. സോഷ്യലിസ്റ്റ്, ലീഡേഴ്സ് ഓഫ് പെസൻസ്, ലീഡേഴ്സ് ഓഫ് വർക്കേഴ്സ് etc. were proclaimed as enemies of the nation and that of Mussolini and fascism. മുഴുവൻ സോഷ്യലിസ്റ്റുകളെയും, മുഴുവൻ കർഷക നേതാക്കന്മാരെയും, മുഴുവൻ തൊഴിലാളി നേതാക്കളെയും ഒക്കെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും അവർ രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണെന്നും അതുവഴി ഫാസിസത്തിന്റെ ശത്രുക്കളാണെന്നും അതുവഴി രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണെന്നും മുസോളിനി അഭിപ്രായപ്പെട്ടു. And those who were or such people were oppressed and executed. അത്തരത്തിലുള്ളവരെ അടിച്ചമർത്തുകയും നിഷ്കരുണം വധിക്കുകയും ചെയ്തു. മുസോളിനി aimed to restore ancient Roman Empire. മുസോളിനി ലക്ഷ്യമിട്ടത് ഒന്നാം ലോകമഹായുദ്ധാനന്തരം സ്ഥാപിക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് പഴയ റോമാ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. He adopted several symbols of ancient Roman culture or ancient Roman administration. അതുകൊണ്ട് തന്നെ പൗരാണിക റോമൻ ഭരണത്തിന്റെയും സംസ്കാരത്തിന്റേതുമായിട്ടുള്ള പല സിംബലുകളും അടയാളങ്ങളും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. By using black shirts, his military force, he suppressed the opponents. മുസോളിനിയുടെ സൈന്യത്തെ അറിയപ്പെടുന്നതാണ് ബ്ലാക്ക് ഷർട്ട്സ്, കരിങ്കുപ്പായക്കാർ എന്ന് പറയും. ബ്ലാക്ക് ഷർട്ട്സ്, കരിങ്കുപ്പായക്കാർ. തന്റെ മിലിറ്ററി ഫോഴ്സായ കരിങ്കുപ്പായക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ശത്രുക്കളെ അടിച്ചമർത്തി. ഹി അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ആക്രമണോത്സുകമായ വിദേശ നയമാണ് മുസോളിനി സ്വീകരിച്ചത്. ഹി ക്യാപ്ചേർഡ് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. അദ്ദേഹം എത്യോപ്യയും അൽബേനിയയും ഒക്കെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ഇറ്റലിയോടുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓൾ ദീസ് ലെഡ് ടു ദി സെക്കൻഡ് വേൾഡ് വാർ. ഈ നടപടികൾ ആകെ അവസാനം എന്തിലേക്ക് നയിച്ചു? ലെഡ് ടു ദി സെക്കൻഡ് വേൾഡ് വാർ ഓർ അനദർ വാർ, രണ്ടാം ലോക യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. ഇറ്റലിയിൽ എന്നതുപോലെ മറ്റൊരു സ്വേച്ഛാധിപത്യ ഭരണാധികാരി യൂറോപ്പിലുണ്ടായി, അഡോൾഫ് ഹിറ്റ്ലർ ആൻഡ് നാസിസം. അഡോൾഫ് ഹിറ്റ്ലറും അദ്ദേഹത്തിന്റെ നാസിസവും. നാസിസത്തിന്റെ ക്രൂരതകളെ കുറിച്ച് അറിയണമെങ്കിൽ ആൻ ഫ്രാങ്കിന്റെ ഡയറി വായിച്ചാൽ മതി. ആൻ ഫ്രാങ്കിന്റെ ഡയറി വായിച്ചാൽ അതിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് യുദ്ധകാലത്ത് അനുഭവിക്കേണ്ടി വന്ന പീഡകളും നാസിസത്തിന്റെ അക്രമ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്ന പീഡകളും അതെങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചെന്നും ആൻ ഫ്രാങ്കിന്റെ ഡയറി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ കാരണം എന്താ നാസിസം ജർമ്മനിയിൽ വരാൻ? ദി ട്രീറ്റി ഓഫ് വെഴ്സൈസ് വിച്ച് വാസ് ഇമ്പോസ്ഡ് അപ്പോൺ ജർമ്മനി ബൈ അലൈഡ് പവേഴ്സ്. സഖ്യകക്ഷികൾ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വെഴ്സായി സന്ധിയാണ് നാസിസം
ജർമ്മനിയിൽ ഉടലെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം. അതുകൂടാതെ ഇറ്റലിയിലെ പോലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും ഇറ്റലിയിലെ പോലെ ജർമ്മനിയിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫെയിലുവർ ഓഫ് ദി ജർമ്മൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. ഇറ്റലി പോലെ ജർമ്മനിയിലും ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഒരു ജനാധിപത്യ ഗവൺമെന്റാണ് സ്ഥാപിക്കപ്പെട്ടത്. ആ ഗവൺമെന്റ് പരാജയപ്പെട്ടു. രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ ജർമ്മനിയിലുണ്ടായി. ഫെയിലുവർ ഓഫ് ദി ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. സോഷ്യലിസം, കമ്മ്യൂണിസം, Jews, Democrats, all were declared as enemies of Adolf Hitler. മുസോളിനിയെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ബദ്ധശത്രുക്കളായിരുന്നു സോഷ്യലിസ്റ്റുകൾ, ബദ്ധശത്രുക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ, ജൂതന്മാര്, ജനാധിപത്യവാദികൾ. ഇവരെയൊക്കെ അദ്ദേഹം വധിച്ചു. Jews were massacred in a specially built concentration camp called Holocaust. Holocaust എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്, കുപ്രസിദ്ധമാണ്. ഹോളോകോസ്റ്റ് സംഭവം അതായത് പിടിക്കപ്പെട്ട ജൂതന്മാരെ കൂട്ടത്തോടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ, ഗ്യാസ് ചേംബറുകളിൽ അടച്ച് മരണത്തിന് വിധേയമാക്കി. ഹോളോകോസ്റ്റ് ഇൻസിഡന്റ്. With the help of brown shirts, that is the military force of Adolf Hitler, his secret police, with the help of his secret police, Gestapo, were in charge of this massacre. ജൂതന്മാരെ മാത്രമല്ല, വിശേഷിച്ച് ജൂതന്മാരെ കൂട്ടത്തോടെ തെരഞ്ഞുപിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ചു. ഹോളോകോസ്റ്റ് ഇൻസിഡന്റ്. 10,000-കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു. കൂടാതെ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പേരാണ് ബ്രൗൺ ഷർട്ട്. ബ്രൗൺ ഷർട്ടുകളുടെ സഹായത്താൽ, അതുപോലെ അദ്ദേഹത്തിന് ഒരു സീക്രട്ട് പോലീസ് ഉണ്ടായിരുന്നു, രഹസ്യ പോലീസ്, ബൈ നെയിം ഗെസ്റ്റപ്പോ. ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന രഹസ്യ പോലീസുകാര്, ബ്രൗൺ ഷർട്ടുകള്, ഇവരുടെയൊക്കെ സഹായത്താൽ റൈവൽസിനെ, എനിമീസിനെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തു, പിടികൂടി, വധിച്ചു. He projected purity of the Aryan race. And he claimed that Aryan should rule the world. അദ്ദേഹം പറഞ്ഞു, ജർമ്മൻകാരെ ഉള്ളു ആര്യന്മാരായിട്ട്, ശുദ്ധ ആര്യന്മാരായിട്ട്. ശുദ്ധ ആര്യന്മാരെ ജർമ്മൻകാർ മാത്രമേ ഉള്ളൂ. പ്യുവർ ആര്യൻ റേസ് ആണ്. ആര്യൻ ഷുഡ് റൂൾ ദി വേൾഡ്. അതുകൊണ്ട് തന്നെ ശുദ്ധ ആര്യന്മാരായ ജർമ്മൻകാർക്ക് മാത്രമേ ഈ ലോകത്തെ ഭരിക്കാൻ അവകാശമുള്ളൂ എന്ന് അഡോൾഫ് ഹിറ്റ്ലർ അവകാശപ്പെട്ടു. All other political parties except നാസി പാർട്ടി വെയർ ബാൻഡ്. നാസി പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളെയും നിരോധിച്ചു. മിലിറ്ററി സർവീസ് വെയർ മെയ്ഡ് കമ്പൽസറി. അപ്പോ അഡോൾഫ് ഹിറ്റ്ലറിന്റെ പോളിസീസാണ്. വാട്ട് ആർ ദ പോളിസീസ് ഓഫ് ഹിറ്റ്ലർ? അതാണ് ഞാനിപ്പോ പറയുന്നത്. ചോദ്യങ്ങൾ, അഡോൾഫ് ഹിറ്റ്ലറിന്റെ നയങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പരിഷ്കാരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. സൈനിക സേവനം നിർബന്ധിതമാക്കി. ആൻഡ് ഹി മേഡ് യൂസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, സിനിമ, എഡ്യൂക്കേഷൻ ടു പ്രൊപ്പഗേറ്റ് നാസി ഐഡിയോളജി. നാസി പ്രിൻസിപ്പിൾസ്, നാസി തത്വസിദ്ധാന്തം, തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പത്രമാധ്യമങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചു. റേഡിയോയെ ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ സിനിമയെ ഉപയോഗപ്പെടുത്തി, വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തി. വിദ്യാഭ്യാസത്തിലൂടെയും സിനിമയിലൂടെയും റേഡിയോയിലൂടെയും വർത്തമാന പത്രങ്ങളിലൂടെയും മറ്റും നാസി ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ജസ്റ്റ് ലൈക്ക് മുസോളിനി, ഹി ആൾസോ ഫോളോഡ് എ
ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. മുസോളിനിയുടെ കൂട്ട് തന്നെ അഡോൾഫ് ഹിറ്റ്ലറും ആക്രമണോത്സുകമായ വിദേശ നയമാണ് സ്വീകരിച്ചെന്ന് വെച്ചാൽ അയൽ രാജ്യങ്ങളെ വെറുതെ ആക്രമിക്കുക. ഇംപീരിയലിസ്റ്റ് നയം, സാമ്രാജ്യത്വ നയമാണ് സ്വീകരിച്ചത്. an എക്സാമ്പിളാണ് ഈ അറ്റാക്കില് ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ എക്സെട്ര. ഓസ്ട്രിയ ആക്രമിച്ചു, ചെക്കോസ്ലോവാക്യയെ ആക്രമിച്ചു. ഓസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും പോളണ്ടിനെയും ഒക്കെ ആക്രമിച്ചു. വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദി formation of alliance. He even framed an alliance with Italy and Japan. ഇറ്റലിയും ജപ്പാനുമായിട്ട് അദ്ദേഹം സഖ്യമുണ്ടാക്കി, ഒരു മിലിറ്ററി അലയൻസ് ഉണ്ടാക്കി. ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ നേഷൻസ്. ഈ നയങ്ങളെയൊക്കെ മറ്റു രാജ്യങ്ങൾ എതിർത്തു. അൾട്ടിമേറ്റ്ലി ലെഡ് ടു വാർ. ഇത് ആത്യന്തികമായ യുദ്ധത്തിലേക്ക് നയിച്ചു. ദെൻ സെക്കൻഡ് വേൾഡ് വാർ. ദി സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകയുദ്ധം. ഫോളോയിങ് ദി പീസ് ട്രീറ്റി ഓഫ് പാരീസ്, 1919 ഒപ്പുവെക്കപ്പെട്ട പാരീസ് സമാധാന സന്ധി, ഒന്നാം ലോകയുദ്ധം അവസാനിപ്പിച്ച ഔപചാരിക സന്ധി. നിരവധി സന്ധികൾ ചേരുന്ന പാരീസ് സമാധാന സന്ധി, അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി ഒപ്പുവയ്ക്കപ്പെട്ട വെഴ്സായിസ് സന്ധി എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിക്കേണ്ട വെഴ്സായിസ് ട്രീറ്റി. by which the victorious allies, except Italy, shared all colonies of the defeated nations. ഇവിടെ ഒരു വേർതിർത്തിയം കാണിച്ചു, ഒരു വിവേചനം കാണിച്ചു. വിജയിച്ചവരെ ഒന്നുപോലെ കണക്കാക്കിയില്ല. വിജയശ്രീലാളിതരായ സഖ്യകക്ഷികളെല്ലാം കൂടി പാരീസിൽ ഒത്തുകൂടി സമാധാന സന്ധി ഉണ്ടാക്കി. പരാജയപ്പെട്ടവരുടെ കോളനികളൊക്കെ വീതം വെച്ചെടുത്തു. ഇറ്റലി ഒഴികെയുള്ളവർ വീതം വെച്ചെടുത്തു. To enhancing political and economic stability, Italy and Germany planned to conquer colonies and weaker nations. ഇത്തരൊരു സാഹചര്യത്തിൽ സാമ്പത്തിക രാഷ്ട്രീയമായ സുസ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും എൻഹാൻസിംഗ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻഡ് ടു കോൺകർ കോളനീസ് ആൻഡ് വീക്കർ നേഷൻസ്. അവർക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അവരെന്ത് ചെയ്തു? മറ്റ് കോളനികളും അശക്തരായ രാജ്യങ്ങളും ഒക്കെ ആക്രമിച്ച് കീഴടക്കാൻ തുടങ്ങി. ആൻഡ് ഫോംഡ് ആൻ അലയൻസ് വിത്ത് ജപ്പാൻ. ഇറ്റലിയും ജർമ്മനിയും ജപ്പാനുമായിട്ട് ചേർന്നൊരു അലയൻസ് ഉണ്ടാക്കി, സഖ്യമുണ്ടാക്കി. ബൈ നെയിം ആക്സിസ് പവേഴ്സ്. ആ സഖ്യത്തെയാണ് ആക്സിസ് പവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാം ലോകത്തിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. Axis powers, military alliance. Encountering it, the Britain, France and China formed another alliance which came to be known as Allied powers. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ചേർന്ന് മറ്റൊരു സൈനിക സഖ്യമുണ്ടാക്കി. അലൈഡ് പവേഴ്സ്, സഖ്യകക്ഷികൾ. ഒന്നാം ലോകയുദ്ധത്തിൽ ഉണ്ടാക്കിയത് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ആണെങ്കിൽ ഇവിടെ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, രണ്ടാം ലോകയുദ്ധത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പോളിസി ഓഫ് അപ്പാസ്മെന്റ്. എക്സാമ്പിൾ ദി മ്യൂണിച്ച് പാക്ട്. മ്യൂണിച്ച് ഉടമ്പടി അതിന് ഉത്തമ ഉദാഹരണമാണ്. ദി അലൈഡ് പവേഴ്സ് ഫോളോഡ് എ പോളിസി ഓഫ് അപ്പാസ്മെന്റ്. അപ്പാസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നിലും ഇടപെടാൻ നിസ്സംഗരായിരിക്കുക, നിസ്സംഗതയോടെ ഇരിക്കുക. നമ്മൾ മലയാളത്തിലൊക്കെ പറയും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ഈ പോളിസിയാണ് സ്വീകരിച്ചത് സഖ്യകക്ഷികൾ. ഈ ആക്രമണങ്ങളൊക്കെ ഇറ്റലിയും ജർമ്മനിയും ചേർന്ന് ഈ അശക്തരായ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കിയ അവസരത്തിൽ ഒക്കെ അതാണ്. പ്രശസ്തമായ മ്യൂണിച്ച് ഉടമ്പടിയിലും അതാണ് സ്വീകരിച്ചത്. ഉദാഹരണത്തിന് ചെക്കോസ്ലോവാക്യയുടെ കൈവശം ഇരുന്ന സൂദത്താൻ ലാൻഡ് ഹിറ്റ്ലർ അവകാശപ്പെട്ടു. അഡോൾഫ് ഹിറ്റ്ലർ ക്ലെയിംഡ് സൂദത്താൻ ലാൻഡ് വിച്ച് വാസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ചെക്കോസ്ലോവാക്യ. ചെക്കോസ്ലോവാക്യയുടെ കൈവശം ഇരുന്ന സൂദത്താൻ ലാൻഡ് അഡോൾഫ് ഹിറ്റ്ലർ അവകാശപ്പെട്ടു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി മെറ്റ് അറ്റ് മ്യൂണിച്ച്. പ്രമുഖ സഖ്യകക്ഷികളെല്ലാം കൂടെ
മ്യൂണിച്ചിൽ ഒത്തുചേർന്നു. ദേ അപ്രൂവ്ഡ് ദി ക്ലെയിം ഓഫ് ജർമ്മനി. ജർമ്മനി അവകാശപ്പെട്ട സൂദത്താൻ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായി. അതാ പറഞ്ഞ് നിസ്സംഗത പാലിച്ചു. ആദ്യമൊന്നും ഇവരുടെ ആക്രമണത്തെ ചെറുക്കാൻ തയ്യാറായില്ലെന്നർത്ഥം. അതിനെയാണ് നമ്മൾ പോളിസി ഓഫ് അപ്പാസ്മെന്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഫെയിലിയർ ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ്. ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ, with a view to maintain peace and security throughout this world, an international organization was established by name the League of Nations. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിക്കുന്നതിന് വേണ്ടി സർവ്വരാജ്യ സഖ്യം എന്ന പേരിലൊരു സംഘടന രൂപീകരിക്കപ്പെട്ടു. പക്ഷെ ആ സംഘടന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. Another reason was that capitalist countries considered USSR as the chief enemy, a socialist nation. മുതലാളിത്ത രാജ്യങ്ങളൊക്കെ വളർന്നു വരുന്ന സോവിയറ്റ് യൂണിയനെ ശത്രു രാജ്യമായി കണക്കാക്കി. ദി ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ദി USA and Western European nations considered USSR as their foremost enemy because Soviet Union was a socialist nation. ജർമ്മനിയെക്കാളും ഒക്കെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടത് സോഷ്യലിസ്റ്റ് രാജ്യമായ റഷ്യയാണ്, അല്ലെങ്കിൽ USSRനെയാണ്. Due to this reason, they did not question the aggressive foreign policy of Italy and Germany. ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ആക്രമണോത്സുകമായ നടപടികളെ അവരതുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന് സാരം. ഈ നയത്തെയാണ് ഇതുപോലെ അറിയപ്പെടുന്നത്, ഈ അനങ്ങാപ്പാറ നയത്തെ, ഈ നിസ്സംഗ മനോഭാവത്തെയാണ് പോളിസി ഓഫ് അപ്പാസ്മെന്റ് എന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഒരു കാരണമാണ്. ചിലപ്പോൾ അവർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം ചോദിക്കാം, വാട്ട് യു മീൻ ബൈ പോളിസി ഓഫ് അപ്പാസ്മെന്റ്. ഈ രാജ്യങ്ങളൊക്കെ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ആക്രമണോത്സുകമായ വിദേശ നയത്തെ എതിർക്കാതിരുന്ന നയത്തെ, ചോദ്യം ചെയ്യാതിരുന്ന നയത്തെയാണ് പോളിസി ഓഫ് അപ്പാസ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമാണ് മ്യൂണിച്ച് പാക്ട്, മ്യൂണിച്ച് ഉടമ്പടി. അഡോൾഫ് ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയുടെ കൈവശം വരുന്ന സൂദത്താൻ ലാൻഡ് ഡിമാൻഡ് ചെയ്തപ്പോൾ തന്നെ മ്യൂണിച്ചിൽ യൂറോപ്യൻ ശക്തികൾ ഒത്തുകൂടി അത് അഡോൾഫ് ഹിറ്റ്ലറിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതുപോലെയുള്ള, അന്ന് അതിനെ എതിർത്തിരുന്നെങ്കിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. Due to all these reasons, in 1939, September 1st, Germany attacked Poland. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ ചെറുപ്പക്കാരനായ ഗാർവലോ പ്രിൻസിപ്പ് സറാജോവോയിൽ വെടിവെച്ച് കൊന്നതാണ് കാരണമായിട്ട് മാറിയത്. ബോസ്നിയയുടെ ക്യാപിറ്റലായ സറാജോവോയിൽ. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഇൻവേഷൻ ഓഫ് പോളണ്ട് ബൈ അഡോൾഫ് ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലർ 1939 സെപ്റ്റംബർ മാസം 1-ാം തീയതി പോളണ്ട് ആക്രമിച്ചതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഇമ്മീഡിയറ്റ് കോസ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണം. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദി അലൈഡ് പവേഴ്സ് ഡിക്ലെയർഡ് വാർ ഓൺ ജർമ്മനി. ഈ അവസരത്തിൽ സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഡ്യൂറിംഗ് ദാറ്റ് ടൈം a non-aggression pact was made between Germany and USSR in 1939. ജർമ്മനി അതിന് തൊട്ടു മുമ്പ് തന്നെ റഷ്യയുമായിട്ടൊരു അനാക്രമണ കരാർ ഉണ്ടാക്കിയിരുന്നു, പരസ്പരം ആക്രമിക്കത്തില്ലെന്ന്. ഹിറ്റ്ലർ അറ്റാക്ക്ഡ് റഷ്യ in 1941 and Russia ended the war. റഷ്യ യുദ്ധത്തിൽ പ്രവേശിക്കാതിരുന്ന റഷ്യ 1941 അഡോൾഫ് ഹിറ്റ്ലർ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റഷ്യ അഡോൾഫ് ഹിറ്റ്ലറിനെതിരെ, അല്ലെങ്കിൽ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. Then what are the effects of the war? രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെ? In 1941, Japan attacked Pearl Harbor. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന മറ്റൊരു രാജ്യമുണ്ട് 1941 വരെ, 1941 വരെ USA, അമേരിക്ക. അങ്ങനെയിരിക്കുമ്പോഴാണ് 1941 അമേരിക്കയുടെ പേൾ ഹാർബറിലെ നേവൽ ബേസ് ജപ്പാൻ ആക്രമിക്കുന്നത്. പേൾ ഹാർബർ ഇൻസിഡന്റ്. Then USA ended the war and declared war against Japan. അപ്പോഴാണ് അമേരിക്ക യുദ്ധത്തിൽ പ്രവേശിക്കുന്നതും ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും.
and America. In 1942 itself, Germany was defeated. 1942 മുമ്പിൽ തന്നെ ജർമ്മനി പരാജയപ്പെടുത്തപ്പെട്ടിരുന്നു. But Japan continued war. On August 6th, 1945 and August 9th, 1945, America dropped atom bombs in Hiroshima and Nagasaki. With it, the war ended. Japan surrendered unconditionally. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബിട്ടതോടെ ജപ്പാൻ പരാജയം സമ്മതിച്ച് കീഴടങ്ങി. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. ഓഗസ്റ്റ് 6 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ഇട്ട അണുബോംബിന് അമേരിക്ക നൽകിയ പേര് ലിറ്റിൽ ബോയി എന്നാണ്. ലിറ്റിൽ ബോയി എന്ന അണുബോംബ്. 1945 ഓഗസ്റ്റ് 9 നാഗസാക്കിയിലിട്ട അണുബോംബിന് കൊടുത്ത പേര് ഫാറ്റ്മാൻ, തടിച്ച മനുഷ്യൻ എന്നർത്ഥം വരുന്ന ഫാറ്റ്മാൻ. Japan surrendered unconditionally. The surviving victims of the atomic bombing in Italy are known as Hibakusha. ഹിബാകുഷ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഹിബാകുഷ, അതായത് അണുബോംബിട്ടതിൽ മില്യൺസ് ഡൈഡ്, ദശലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. അതിൽ അതിജീവിച്ചവരെ വിളിക്കുന്ന പേരാണ് ഹിബാകുഷ. Hibakusha means the surviving victims of the atomic bombing in Hiroshima and Nagasaki. ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിട്ട അണുബോംബിൽ അതിജീവിച്ചവരെ വിളിക്കുന്ന പേരാണ് ഹിബാകുഷ. ഓവർ 10 million people died. 10 ദശലക്ഷത്തിലധികം ആൾക്കാർ മരിച്ചു. രണ്ടാം ലോകത്തിന്റെ ഫലങ്ങളാണ്. ഇക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. ഒന്നാം ലോകത്തെ പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. ഡോമിനേഷൻ ഓഫ് യൂറോപ്യൻ നേഷൻസ് ഇൻ ദി വേൾഡ് ഡിമിനിഷ്ഡ്. ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ നയിക്കുന്നത് ക്ഷയിച്ചു. യൂറോപ്യൻ ശക്തികളുടെ അധികാരം ശക്തി ക്ഷയിച്ചു. ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു. USA and USSR emerged as global powers. രണ്ടാം ലോകത്തിന്റെ ഫലങ്ങളാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, 2 nations, emerged as global powers. അവർ ആഗോള ശക്തികളായി വളർന്ന് വികാസം പ്രാപിച്ചു. Above all, a fruitful or a great international organization with a view to maintain peace and security throughout this world was established by name the United Nations Organization on October 24th, 1945. 1945 ഒക്ടോബർ മാസം 24-ാം തീയതി ലോക സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ശക്തമായ ഒരു അന്താരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ടു. And its capital, on the wings of peace, the United Nations Organization was established with its capital at New York in USA. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്കിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് 1945 ഒക്ടോബർ മാസം 24-ാം തീയതി ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ടു. ഇറ്റ് വാസ് വൺ ഓഫ് the most important result or effect or outcome of the Second World War, the establishment or the foundation of a strong international organization by name the United Nations Organization, which was established with a view to maintain
പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ ഔട്ട് ദിസ് വേൾഡ്. ഈ ലോകമെമ്പാടും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടാം ലോകമഹായുദ്ധാനന്തരം 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന എന്നൊരു സംഘടന സ്ഥാപിതമായി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്നാണ് അത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോളനീസ് ബിക്കംസ് ഫ്രീ. കോളനികൾ സ്വതന്ത്രം ആകുന്നു. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്.